വീടിന് ചുറ്റും മരങ്ങളുള്ളതുകൊണ്ട് ചൂടിന് നല്ല കുറവുണ്ടായിരുന്നു. വീട്ടിലെ ഓട്ടിന് കോട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് മരങ്ങളങ്ങ് മുറിച്ച്. മരം മുറിച്ച് കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴാണ് ഇതാ വീട്ടിലെ മുല്ലതാ ഇഷ്ടംപോലെ മുട്ട് പിടിച്ച് നിൽക്കുന്നത്. നാട്ടിലുള്ള മുല്ലകളെല്ലാം കാട് പോലെ പിടിച്ചാലും ഞങ്ങളുടെ വീട്ടിലെ മുല്ലകളാണ് എനിക്ക് പൂക്കാൻ കഴിവുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം 1-2 മുട്ടുകൾ അങ്ങും ഇഞ്ഞും നിൽക്കുമായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ചോല മാറി സൂര്യപ്രകാശം കിട്ടിയപ്പോൾ എന്താ കാട് പോലെ പിടിക്കാൻ തുടങ്ങി. സൂര്യപ്രകാശം വേണം എന്ന് പറയുന്നത് വെറുതെ അല്ല, മുല്ലയ്ക്ക് പൂക്കാൻ വേണ്ടി നന്നായിട്ട് വെയിൽ വേണം. 2 പ്ലാവും 1 ഗ്രാമ്പുമാണ് മുറിച്ചത്. ഇതിൽ ഗ്രാമ്പ് മുറിച്ചതാണ് എനിക്ക് ഏറ്റവും വിഷമമായത്. കിലോയ്ക്ക് ഏകദേശം 1000 രൂപ അടുപ്പിച്ചുണ്ടേ. തറയിൽ വീഴുന്ന ഗ്രാമ്പും എല്ലാം പറക്കി വെച്ചിരുന്ന് ഉണക്കി വാപ്പാടെ കയ്യിൽ കൊടുത്തു വിടായിരുന്നു, പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയായിരുന്നു പോക്കറ്റ് മണി ഉണ്ടാക്കുന്നത്. ഗ്രാമ്പ് മുറിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഗ്രാമ്പ് ഞങ്ങളുടെ വീട്ടിൽ അത്ര ഭീഷണിയൊന്നും അല്ലായിരുന്നു. പക്ഷേ 2 പ്ലാവ് മാത്രം മുറിച്ചതിൻ്റെ കൂട്ടത്തിൽ വാപ്പ വിചാരിച്ച് 2 എണ്ണം മാത്രമായിട്ട് മുറിക്കണം, എന്നാൽ അതുകൊണ്ട് മുറിക്കട്ടെ എന്ന് വിചാരിച്ച് മുറിച്ചതായിരിക്കാം. ദഹി കിടക്കുന്നതാണ് ഞങ്ങളുടെ ഗ്രാമ്പു. കിടക്കുന്ന കിടപ്പ് കണ്ടാ. ഇതുപോലെ ഒരു 5-6 മരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് വരുമാനം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. തറയിൽ വീഴുന്ന ഗ്രാമ്പൊക്കെ എടുത്ത് വെച്ചിരുന്ന് ഉണക്കി കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ നല്ല പൈസ, ഏകദേശം 1000 രൂപ അടുപ്പിച്ചുണ്ട് 1 കിലോയ്ക്ക് വില. ഇപ്പം അതിനും കൂടുതലായിരിക്കും.